ഞാനാണ് സിനിമയുടെ ഡയറക്ടർ. ഡിഡ് ദ മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. ഇത് രേഖ ഹരീന്ദ്രൻ, ഇതാണ് സിനിമയുടെ ലീഡ് ആക്ട്രസ്. സുനിത് ജോൺ, പ്രൊഡക്ഷൻ മാനേജർ, ആൻഡ് വിശ്വം, ഹീസ് ദ സെക്കൻഡ് ഹീറോ ഓഫ് ദ മൂവി. മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് അനൂപ് മേനൻ ആൻഡ് ലാൽ, അവരാണ് കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് വന്നത്. Okay. Checkmate, as the name suggests, ഒരു ഗെയിം ഓഫ് ചെസ് ആണ്. അപ്പൊ ഗെയിം ഓഫ് ചെസ്സിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണല്ലോ ഗെയിം ഓഫ് ചെസ്. അപ്പൊ അതിൽ രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന ഐ വുഡ് സേ ഗുഡ് വേഴ്സസ് ഈവിൾ, അതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ആണ് ചെക്ക്മേറ്റ്. ഇതിനകത്ത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ്, അവരുടെ ഇൻസെക്യൂരിറ്റീസ്, ഗ്രീഡ്, ബിട്രയൽ, ലവ്, ട്രസ്റ്റ്, ഇതുപോലത്തെ എല്ലാ ആസ്പെക്ട്സിനെയും അഡ്രസ് ചെയ്ത് പോകുന്ന ഒരു നോൺ ലീനിയർ ചിത്രമാണ് ചെക്ക്മേറ്റ്. അപ്പോ രതീഷ് പറഞ്ഞ പോലെ ഇതൊരു നോൺ ലീനിയർ ഇതൊരു നോൺ ലീനിയർ സിനിമയാണ്. നമ്മൾ അമേരിക്കയിലാണ് ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള സിനിമയാണെങ്കിലും മലയാളി ഓഡിയൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ഇമോഷൻസിന്റെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുന്നത് പ്രതീക്ഷിക്കുന്നു. രതീഷ് മുമ്പ് മെൻഷൻ ചെയ്തതുപോലെ ഒരു മലയാള സിനിമ ഫുള്ളി ഷോട്ട് ഇൻ US. ഇതിനുമ്പ് രണം എന്നൊരു മൂവി ആ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഒരുപാട് എല്ലാ മൂവീസിലും പറയുന്നത് പോലെ ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് എഫേർട്ട് എടുത്ത മൂവി, അതൊക്കെ ഇതിനും പറയാനുണ്ട്. പക്ഷേ എങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുള്ളി ഷോട്ട് ഇൻ US. അതുമാത്രമല്ല നമുക്കിങ്ങനെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഒരു ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ. നമ്മുടെ ഒരു അറ്റംപ്റ്റ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല റിവ്യൂസ്, ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ ഒരു പ്രൈവറ്റ് സ്ക്രീനിങ് US ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്റ്റേറ്റുകളിലായിട്ട്. എല്ലാത്തിനും നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. സോ ഇറ്റ്സ് കമ്മിങ് ഔട്ട്. August 8th റിലീസ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ ഹോപ്പിംഗ് യു ആർ വാച്ച് ദ മൂവി ആൻഡ് സപ്പോർട്ട് us. ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് ഇതൊരു നോൺ ലീനിയർ പടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ആ ഒരു പ്രത്യേകത നിങ്ങൾ കാണും. എല്ലാം ഒരു സീക്വൻഷ്യൽ രീതിയിലല്ല പടം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. രതീഷ് പറഞ്ഞ പോലെ ഇതൊരു ഗെയിം ഓഫ് ചെസ് ആയതുകൊണ്ട് തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്, ഓൺ ദി ഗുഡ് സൈഡ്, ഓൺ ദി ഈവിൾ സൈഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 3 years from pre-production all the way to post-production, and now we stand here in this press meet. So extremely grateful for the media to be here. നിങ്ങളെല്ലാവരും കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. August 8th പടം റിലീസ് ചെയ്യുന്നത്. കണ്ട് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ബാക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ടീമാണ് ഞങ്ങൾ. ഒബിയസ്ലി ഒരു സിനിമ എന്നുള്ളൊരു സ്വപ്നം അതിപ്പോൾ ഞാനല്ല, ആര് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ നാച്ചുറലി പോകാൻ പോകുന്നത് കണ്ടംപററി ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ പോകാറ്. അത് നമ്മൾ ചെയ്തു. അപ്പോൾ അവിടെ വന്ന കുറേയധികം ക്വസ്റ്റ്യൻസ്, ഒബിയസ്ലി അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളത് 100% അത് മനസ്സിലാക്കുന്നു. ഒബിയസ്ലി എനിക്ക് എൻ്റെതായ സെൽഫിഷ് റീസൺസ് കാണുമല്ലോ, അതുപോലെ അവർക്കും അവരുടേതായ സെൽഫിഷ് റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു മോഡൽ എന്ന് പറയുന്നത് നാട്ടിൽ വന്ന് ഒരു സിനിമ ചെയ്യും. അപ്പം നാട്ടിൽ പ്രത്യേകിച്ച് മലയാള സിനിമ ഈ ഒരു ലെവലിൽ ഇപ്പോൾ നിൽക്കുകയാണല്ലോ. ഇന്ത്യൻ സിനിമയെ വെച്ച് തന്നെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഒരു ഗ്ലോബൽ പ്രസൻസ് ആയി മലയാളം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മലയാളം സിനിമ ഹാസ് കൈൻഡ് ഓഫ് ലൈക്ക് ബ്രോക്കൺ ദ പാറ്റേൺ, സോ ടു സ്പീക്ക്, റൈറ്റ്? ഒരു ട്രഡീഷണൽ ഹീറോ, ഹീറോയിൻ, പ്രൊട്ടാഗണിസ്റ്റ്, അന്റാഗണിസ്റ്റ്, ആ ഒരു സംഗതി മാറ്റി നിർത്തി കഥയ്ക്കും ആ ഒരു കഥ ഒരു സിറ്റുവേഷനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നായകന്റെയോ നായികയോ ബാക്കിംഗ് ഇല്ലാത്ത ഒത്തിരിയധികം ചിത്രങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊഡക്ഷൻ കമ്പനീസിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ ആ ഒരു നോർമൽ ഒരു കുക്കി കട്ടർ മോഡലാണ് നമ്മുടെ അടുത്ത് സ്വീകരിക്കാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ടീമിന്റെ ഒരു ആഗ്രഹം റീച്ച് ഫോർ ദ സ്റ്റാർസ് എന്നുകൊണ്ടിരുന്നതാണ്. ആഗ്രഹം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ സിനിമയുടെ എല്ലാ അണിയറ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത ആളുകൾ എല്ലാവരും മലയാളികളാണ്. ഇവിടെ കൊച്ചിയിലും കോട്ടയത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉള്ള ടെക്നീഷ്യൻസ് ആണ്. നമ്മൾ മ്യൂസീഷ്യൻസിനെ യൂസ് ചെയ്ത് ലോകത്തെമ്പാടുള്ള മ്യൂസീഷ്യൻസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയുടെ എല്ലാ മിക്സിങ്ങും മാസ്റ്ററിങ്ങും ഗിറ്റാർസ് ഓർക്കസ്ട്ര ഇതെല്ലാം ട്രാക്ക് ചെയ്തതൊക്കെ നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെയാണ്. അപ്പം ഒരു ക്രോസ് കൾച്ചറൽ കൊളാബറേഷൻ അതാണ് നമ്മുടെ ഒരു എൻഡ് ഗെയിം. അതായത് കൂടുതൽ അങ്ങനെ അമേരിക്കയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സൈഡിൽ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റുകളെയും നമുക്ക് അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ ഒരു സിനിമ ചെയ്ത് അല്ലെങ്കിൽ ABCD ഒക്കെ പോലത്തെ സിനിമകൾ പോലെ കൂടുതൽ സിനിമകൾ ചെയ്ത് ഇപ്പം തമിഴന്മാർക്കും തെലുങ്കുമാർക്കും നോർത്ത് ഇന്ത്യൻസിനും ഒക്കെ അവിടെ ഒരു ഫ്രട്ടേണിറ്റി ഉണ്ട്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ തെലുങ്കുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ചെയ്യുന്ന ഇപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഇൻ വെസ്റ്റ് കോസ്റ്റിൽ സിലിക്കൺ വാലിയിൽ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് കൊടുക്കുന്ന പോലത്തെ ഒരു ഐഡിയാസ് ഒരു ഉണ്ട്. കാരണം അവരുടെ ആ ഒരു ഫ്രട്ടേണിറ്റി വളരെ വലുതാണ്. അവരിപ്പം സിനിമയും അതുപോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തെലുങ്കിൽ നമ്മൾ ഒത്തിരിയധികം സിനിമകൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ പകുതി അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത് കുറേയധികം സിനിമകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് ഫണ്ടിങ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു എൻഡ് ഗെയിം എന്ന് പറയുന്ന ആഗ്രഹം. അതാണ് അതിന്റെ ഭാഗമായി ചെയ്തൊരു സിനിമയാണ് ചെക്ക്മേറ്റ്. അത് ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമയാണ്. മലയാളികൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ്